വർഷങ്ങൾക്ക് മുമ്പ് ഫുട്ബോൾ കളിക്കാനുള്ള ആഗ്രഹത്താൽ ആഫ്രിക്കൻ വംശജനായ ഒരു ചെറിയ പയ്യൻ ഫ്രാൻസ് എന്ന രാജ്യത്തിലെ ഒരു ഫുട്ബോൾ അക്കാഡമിയിലെത്തുകയാണ്. ആവശ്യത്തിന് പൊക്കമോ വണ്ണമോ ഇല്ല എന്ന ഒറ്റ കാരണത്താൽ ചില കോച്ചുമാർ അവൻ്റെ കളി പോലും കാണാൻ കൂട്ടാക്കാതെ പുറത്താക്കുകയായിരുന്നു. നഗരത്തിൽ പ്ലാസ്റ്റിക്കും പഴയ ആക്രികളും പിറക്കി നടന്നിരുന്ന അവൻ മറ്റൊന്നും പറയാനറിയാതെ പുഞ്ചിരിച്ചുകൊണ്ട് അവസരങ്ങൾ തേടി നടന്നു. വർഷങ്ങൾ പലതും കടന്നുപോയി. ഇന്ന് അതേ കോച്ചുമാർക്ക് അവരുടെ ക്ലബ്ബ് തൂക്കിവിറ്റാൽ പോലും അവൻ്റെ 13-ാം നമ്പർ ജേഴ്സി കിട്ടുമോ എന്ന് സംശയമാണ്. യൂറോപ്പിലെ തന്നെ ഏറ്റവും ഹാർഡ് വർക്കുള്ള, പാസിംഗ് അക്യൂറസിയുള്ള ഡിഫൻസീവ് മിഡ്ഫീൽഡറായി എൻഗോളോ കാൻഡെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. 2015 പ്രീമിയർ ലീഗിലെ ചെറിയ ക്ലബ്ബായ ലീസ്റ്റർ സിറ്റി FC ഫുട്ബോൾ ലോകത്തെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരാകുന്നു. 2017 ചെൽസിക്കായി പ്രീമിയർ ലീഗ് നേടുന്നു. 2018 ഫ്രാൻസിനായി വേൾഡ് കപ്പ് നേടുന്നു. 2021 ചെൽസി യൂറോപ്പിനെ മുഴുവൻ അത്ഭുതപ്പെടുത്തി ചാമ്പ്യൻസ് ലീഗ് നേടുന്നു. എല്ലാ മത്സരങ്ങളിലും 90 മിനിറ്റിലും കാൻഡെയുടെ കഷ്ടപ്പാടുണ്ടായിരുന്നു. ഇതിനുപരി അധികം സംസാരിക്കാത്ത, അഹങ്കാരം എന്താണെന്നറിയാത്ത, എപ്പോഴും മനസ്സിൽ ഒരു പുഞ്ചിരി കാത്തു സൂക്ഷിക്കുന്ന എൻഗോളോ കാൻഡെയെ എല്ലാവരും ഇഷ്ടപ്പെടുന്നു. ഫ്രഞ്ച് കളിക്കാരനായ പോൾ പോഗ്ബ കാൻഡെയെ പറ്റി പറഞ്ഞതിങ്ങനെയാണ്: അവൻ കളിക്കാനും ചിരിക്കാനും അല്ലാതെ മറ്റൊന്നും അറിയില്ല. കളിക്കളത്തിൻ്റെ അകത്തായാലും പുറത്തായാലും അവൻ കള്ളം പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മഹാനായ ഫുട്ബോളർമാരിൽ ഒരാളാണ് എൻഗോളോ കാൻഡെ. ഫുട്ബോളിന് അഴകേറുന്ന കറുത്ത വംശജരിൽ ഒരുവൻ. കറുത്തവർക്ക് സൗന്ദര്യമില്ല എന്ന് പറയുമ്പോൾ ഫുട്ബോളിൽ കറുത്തവരാണ് ഏറ്റവും സൗന്ദര്യമേറിയവർ. അതിനൊരു ഉദാഹരണമാണ് എൻഗോളോ കാൻഡെ.